കണ്ണടച്ച് അതിമനോഹരമായ ഭഗവാന്റെ സ്വരൂപത്തെ, മഹാവിഷ്ണു സ്വരൂപത്തെ മനസ്സിലേക്ക് നന്നായി ധ്യാനിച്ചുകൊണ്ട് ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിൻ്റെ പാദസരം ധരിച്ച് പീതാംബരപ്പെട്ട ഞൊറിഞ്ഞുടത്ത് അരയിൽ വലിയതായ സ്വർണ്ണാഭരണം ചാർത്തി വനമാലയണിഞ്ഞ് രത്നമാലകളണിഞ്ഞ് സ്വർണ്ണമാലകളണിഞ്ഞ് മുത്തുമാലകളണിഞ്ഞ് തുളസിമാലകളണിഞ്ഞ് കഴുത്തിൽ കൗസ്തുഭ രത്നം ചാർത്തി 4 തൃക്കൈകളിൽ ശംഖ്, ചക്രം, ഗദ, താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവളകളണിഞ്ഞ് സ്വർണ്ണവളകളണിഞ്ഞ് സ്വർണ്ണമോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി വാലിട്ട് തൃക്കണ്ണെഴുതി ഗോപിക്കുറി ചാർത്തി കാതിൽ മകരകുണ്ടലങ്ങളണിഞ്ഞ് സ്വർണത്തിൻ്റെ കിരീടം ചാർത്തി മയിൽപ്പീലി അണിഞ്ഞുകൊണ്ട് സർവേശ്വരനായ ഭഗവാൻ നമ്മളെ സപ്താഹ മണ്ഡപത്തിൽ നമ്മളെ മുഴുവനും അനുഗ്രഹിക്കുവാൻ എപ്രകാരമാണോ കാത്തിരിക്കുന്നത്, ആ ഭഗവാന്റെ സ്വരൂപം എല്ലാ സമയത്തും ഞങ്ങൾക്ക് മനസ്സിലേക്ക് കാണുവാനായി സാധിക്കണേ. ദുഃഖമില്ലാതെ, ദാരിദ്ര്യമില്ലാതെ, പരസ്പര സ്നേഹത്തോടുകൂടി, പരസ്പര ബഹുമാനത്തോടുകൂടി ജീവിക്കുവാനായി സാധിക്കണേ. ഞങ്ങളെല്ലാവിധ ആഗ്രഹത്തിനെയും ഭഗവാനെ അങ്ങതാ സാധിപ്പിച്ചു തരണേ. ഞങ്ങളെല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതാക്കി തീർക്കണേ. ഞങ്ങളെ ബാധിച്ച എല്ലാ ദുരിതങ്ങളും ഇല്ലാതാക്കി തീർക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമായ ശ്രീമദ് ഭാഗവതത്തിലേക്ക് ദീപാരാധന നടത്തുമ്പോൾ സർവ്വ ഐശ്വര്യത്തിന് നന്നായി പ്രാർത്ഥിച്ച് ഭഗവാന്റെ തിരുനാമം ഹരേ രാമ മന്ത്രം കലിസന്ധരണ ഉപനിഷത്ത് മന്ത്രം ജപിച്ച് നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഞങ്ങൾക്ക് സുഖം ഉണ്ടാകുന്ന സമയത്ത് ഈ ലോകത്തുള്ള എല്ലാവർക്കും സൗഖ്യമുണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടി ഭഗവാന്റെ തിരുനാമം ദീപാരാധനാ സമയത്ത് ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ദീപാരാധന എല്ലാവർക്കും അതാത് സ്ഥാനത്ത് നിന്ന് സ്വീകരിക്കാം. എല്ലാവരും അതാത് സ്ഥാനത്ത് തന്നെ ഇരിക്കാം. അവിടെ വെച്ചാൽ മതി. ദീപാരാധന ഇവിടെ വെച്ചോളൂ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത മഹാത്മ്യം നമുക്കത് ആരംഭിക്കാം. പത്മപുരാണത്തിൽ 6 അധ്യായങ്ങളിലായിട്ടാണ് ഭാഗവത മഹാത്മ്യം. ഇപ്പോൾ ഗ്രന്ഥം കയ്യിലുള്ളവർക്ക് നോക്കിയിരിക്കാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാത്മ്യം. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം. അഥ പ്രഥമോധ്യായം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. യം പ്രവ്രജന്തമനുപേതമുപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ. പുത്രേതി തന്മയദയാതരവോ വിനേതുത്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നൈമിഷേ സൂതമാസീനമഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദകുശലശൗനകോ ബ്രവീത്. ശൗനകൗവാച അജ്ഞാനദ്വന്ദ്വവിധ്വംസകോടിസൂര്യസമപ്രഭാസുതാഖ്യായി കഥാസാരം മമ കർണരസായനം. ഭക്തിജ്ഞാനവിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ. മായാമോഹനിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം. ഇഹ ഘോരേ കലോ പ്രായോ ജീവശ്ചാസുരതാം ഗതാം. ക്ലേശാക്രാന്തസ്യ തസ്യൈവാശോധനേ കിം പരായണം. ശ്രേയസാം യദ്ഭവേത് ശ്രേയ പാവനാനാം ച പാവനം. കൃഷ്ണപ്രാപ്തികരം ശശ്വത്സാധനം തദ്വദാധുനാ. ചിന്താമണിർലോകസുഖം സുരദ്രുസ്വർഗസമ്പദം. പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗിദുർലഭം. സൂതൗവാച പ്രീതിശൗനകചിത്തേ ദേഹ്യതോ വച്മി വിചാര്യ ച. സർവസിദ്ധാന്തനിഷ്പന്നം സംസാരഭയനാശനം
ഭക്തിയോഗവർദ്ധനം യച്ച കൃഷ്ണസന്തോഷഹേതുകം തദഹം ദേഭിദാസ്യാമി സാവധാനതയാ ശൃണു. കാലുവ്യാളമുഖഗ്രാസത്രാസനിർനാശഹേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലോകീരേണ ഭാഷിതം ഏതസ്മാത്പരം കിഞ്ചിന്മനഃശുദ്ധ്യൈ ന വിദ്യതേ ജന്മാന്തരേ ഭവേൽ പുണ്യം തദാ ഭാഗവതം ലഭേത്. പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേ ശുകേ സുധാകുംഭം ഗൃഹീത്വൈവാ ദേവാസ്തത്ര സമാഗമൻ ശുകം നത്വാ വദൻ സർവേ സ്വകാര്യകുശലാസുരാ കഥാസുധാം പ്രയച്ഛസ്വാ ഗൃഹീത്വൈവ സുധാമിമാം ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞാ പ്രപീയതാം പ്രപാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം ക്വ സുധാ ക്വ കഥാലോകേ ക്വ കാച ക്വ മണിർമഹാൻ ബ്രഹ്മരാജോ വിചാര്യൈവം തദാ ദേവാൻ ജഹാസഃ അഭക്താംസ്താംശ വിജ്ഞായ ന ദദോസ കഥാമൃതം ശ്രീമദ്ഭാഗവതീ വാർത്താസുരാണാമപി ദുർലഭാം രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ പുരാ ദാതാപി വിസ്മിതാം സത്യലോകേ തുലാം ബദ്ധ്വാ തോലയൽ സാധനാന്യജാം ലഘൂന്യന്യാനി ജാതാനി ഗൗരവേണ ഇദം മഹത് തദാ ഋഷിഗണാ സർവേ വിസ്മയം പരമം യയോ മേനിരേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം ഖലു പഠനാശ്രവണാൽ സദ്യോ വൈകുണ്ഠഫലദായകം സപ്താഹേന ശ്രുതം ചെയ്തൽ സർവഥാ മുക്തിദായകം സനകാദ്യൈ പുരാ പ്രോക്തം നാരദായ ദയാപരി യദ്യപി ബ്രഹ്മസംബന്ധാശ്രുതമേതൽ സുരർഷിണ സപ്താഹശ്രവണവിധികുമാരൈസ്തസ്യ ഭാഷിതാം ശൗനക ഉവാച ലോകവിഗ്രഹമുക്തസ്യ നാരദസ്യ സ്ഥിരസ്യ ച വിധിശ്രവേ കുതപ്രീതി സംയോഗ കുത്രതൈ സഹ സൂത ഉവാച അത്ര തേ കീർത്തയിഷ്യാമി ഭക്തിയുക്തം കഥാനകം ശുകേന മമ യൽ പ്രോക്തം രഹശിഷ്യം വിചാര്യ ച ഏകദാ ഹി വിശാലായാം ചത്വാരർഷയോ മലാ സത്സംഗാർത്ഥം സമായാദാതുരശസ്തത്ര നാരദം കുമാരാവൂചു കഥം ബ്രഹ്മൻ ദീനമുഖക്കുതശ്ചിന്താതുരോ ഭവാൻ ത്വരിതം ഗമ്യതേ കുത്രാകുതശ്ചാഗമനം തവ ഇദാനിം ശൂന്യചിത്തോസി ഗതവിത്തോ യഥാ ജന തവേദം മുക്തസംഗസ്യാനോചിതം വദ കാരണം. നാരദ ഉവാച അഹം തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തതാ നാപശ്യം കുത്രചിച്ചർമ്മ മനസ്സന്തോഷകാരകം കലിനാധർമ്മമിത്രേണാധരേയം ബാധിതാധുനാ സത്യം നാസ്തി തപശ്യവുജം ദയാദാനം ന വിദ്യതേ ഉദരം ഭരിണോ ജീവാവരാക കൂടഭാഷിണം മന്ദാ സുമന്ദമതയോ മന്ദഭാഗ്യാഹ്യുപദ്രുതാഃ പാഖണ്ഡനിരതാ സന്തോ വിരക്താ സപരിഗ്രഹാം തരുണീ പ്രഭുദാഗേഹേ സ്യാലഗോ ബുദ്ധിദായക കന്യാ വിക്രയണോ ലോഭാദ് ദമ്പതീനാം ച കൽക്കനം ആശ്രമായവനേരുദ്ധാ തീർത്ഥാനുസരിതസ്തഥാ ദേവതായുധനാന്യത്രാദുഷ്ടേർനഷ്ടാനി ഭൂരിശ ന യോഗീ നൈവ സിദ്ധോ വാ ന ജ്ഞാനീ സൽക്രിയോ നരാം കലിതാവാനലേനാദ്യാസാദനം ഭസ്മതാം ഗതം അട്ടശൂലാജനപദാ ശിവശൂലാദ്വിജാതയാം കാമിന്യക്കേശശൂലിന്യ സംഭവന്തി കലാവിഹ ഏവം പശ്യൻ കലയാർദോഷാൻ പര്യടന്നവനീമഹം യാമുനം തടമാപന്നോ യത്ര ലീലാ ഹരേരഭൂത് തത്ര ആശ്ചര്യം മയാ ദൃഷ്ടം ശ്രൂയതാം തന്മുനീശ്വര ഏകാതുതരുണീ തത്ര നിഷണ്ണാ ഖിന്നമാനസ വൃദ്ധൗതോ പതിതോ പാർശ്വേ നിശ്വസന്താവചേതനോ ശുശ്രൂഷന്തി പ്രബോധന്തി രുദതി ച തയോഃ പുരാ ദശദിക്ഷു നിരീക്ഷന്തി രക്ഷിതാരം നിജം വപു ബീജ്യമാനാ ച തസ്ത്രീഭിർബോധ്യമാനാ മുഹുർമുഹു ദൃഷ്ട്വാ ദൂരാൽഗതസ്വഹം കൗതുകേന തദന്തികം മാം ദൃഷ്ട്വാ ചോത്ഥിതാ ബാലാ വിഹ്വലാ ചാബ്രവീദ്വച ബാലോ വാച ഭോ ഭോ സാധോക്ഷണം ദിഷ്ടാമച്ചിന്താമപി നാശയാ ദർശനം തവ ലോകസ്യ സർവദാഘാരം വരം ബഹുധാ തവ വാക്യേന ദുഃഖശാന്തിർഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേത് ഭൂരി ഭവതോ ദർശനം ദദാ. നാരദ ഉവാച കാസിത്വം കാവിമോചേമാ നാര്യക്കാ പത്മലോചന വദദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം. ബാലോ വാച അഹം ഭക്തിരിതിഖ്യാത ഇമോ മേ തനയോ മതോ ജ്ഞാനവൈരാഗ്യനാമാനോ കാലയോഗേന ജർജരോ ഗംഗാദ്യാസരിതശ്ചേമാമത്സേവാർത്ഥം സമാഗതാ തഥാവിമേ ശ്രേയസേവിതായാസുരൈരപി ഇദാനീം ശൃണുമദ്വാർത്താം സജിത്തത്വം തബോധന വാർത്താമേവി തഥാപ്യസ്തി താം ശ്രുത്വാ സുഖമാവഹാം ഉൽപ്പന്നാദ്രിവിടേ സാഹം വൃദ്ധിം കർണാടകേ ഗതാം ക്വചിൽ ക്വചിൻ മഹാരാഷ്ട്രേ ഗുർജരേ ജീർണതാം ഗതാം തത്ര ഘോരകലേ യോഗാൽ പാഖണ്ഡേ ഖണ്ഡിതാംഗകാം
ദുർബലാഹം ചിരം യാതാ പുത്രാഭ്യാം സഹമന്ദദാം വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സ്വരൂപിണി ജാതാഹം യുവതിയെ സമ്യപ്രേഷ്ടരൂപാദ സാമ്പ്രതം ഇമൗദ ശയിതാവത്രാസുതോ മേ ക്ലിശതശ്രമാത് ഇതം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യതേ മയാ ജരടത്വം സമായാതോ തേന ദുഃഖേന ദുഃഖിതാം സാഹം തു ദ്രവണീ കസ്മാൽ സുതോ വൃദ്ധാ വിമൂകുതം ത്രയാണാം സഹചാരിത്വാദ് വൈപരീത്യം കുതസ്ഥിതം ഘടതേ ജരടാ മാതാ തരുണോ തനയാ വിധിം അധശോചാമി ചാത്മാനം വിസ്മയാവിഷ്ടമാനസ വദയോഗനിധേ ധീമൻ കാരണം ചാത്ര കിം ഭവേത് നാരദ ഉവാച ജ്ഞാനേനാത്മനി പശ്യാമി സർവമേതത്തവാനഘേ ന വിഷാദസ്തയാ കാര്യോ ഹരിശം തേ കരിഷ്യതി സൂത ഉവാച ക്ഷണമാത്രേണ തജ്ഞാത്വാ വാക്യമൂചേ മുനീശ്വര നാരദ ഉവാച ശൃണുഷ്വാവഹിതാ ബാലേ യുഗോയം ദാരുണക്കലി തേന ലുപ്ത സദാചാരോ യോഗമാർഗസ്തവാംസി ച ജന അഖാസുരായന്തേ ഷാഢ്യദുഷ്കർമ്മകാരിണ ഇഹ സന്തോ വിഷീദന്തി പ്രഹർഷ്യന്തി ഹ്യസാധവ ധത്തേ ധൈര്യം തു യോ ധീമാൻ സധീര പണ്ഡിതോധവാം അസ്പൃശ്യ അനവലോക്യേയം ശേഷഭാരകരീധരാം വർഷേ വർഷേ ക്രമാജാത മംഗളം നാഭിദൃശ്യത്തെ നത്വാമപി സുതയസ്സാകം കോപി പശ്യതി സാമ്പ്രതം ഉപേക്ഷിതാനുരാഗാന്ധേർജർജരത്വേന സംസ്ഥിതാം വൃന്ദാവനസ്യ സംയോഗാത് പുനസ്ത്വം തരുണീ നവാ ധന്യം വൃന്ദാവനം തേനാ ഭക്തിർനൃത്യതി യത്ര ച അത്രേമോ ഗ്രാഹകാ ഭാവാന്ന ജരാമപി മുഞ്ചതാം കിഞ്ചിദാത്മസുഖേനേഹ പ്രസുപ്തിർമന്യതേനയോ ഭക്തിരുവാച കഥം പരീക്ഷിതാ രാജ്ഞാസ്ഥാവിതോ ഹ്യശുചിക്കലി പ്രവൃത്തേതു ഖലു സർവസാര കുത്രഗതോ മഹാൻ കരുണാപരേണ ഹരിണാപ്യധർമ്മ കഥമീക്ഷ്യത്തെ ഇമം മേ സംശയം ചിന്തീതുദ്വാചാ സുഖിതാസ്മ്യഹം നാരദ ഉവാച യതി പൃഷ്ടസ്തയാ ബാലേ പ്രേമദ ശ്രവണം ഗുരു സർവം വക്ഷ്യാമി തേ ഭദ്രേ കശ്മലം ഗമിഷ്യതി യദാ മുകുന്ദോ ഭഗവാൻ ക്ഷ്മാം ദിക്വാ സ്വപദം ഗതാം തദ്ദിനാൽ കലിരായാത സർവസാധനബാധകാം ദൃഷ്ടോ ദിഗ്വിജയേ രാജ്ഞാ ദീനവച്ചരണം ഗതാം നമയാ മാരണീയോയം സാരംഗൈവ സാരഭുക്ക് യദ്ഫലം നാസ്തി തപസാ ന യോഗേന സമാധിന തദ്ഫലം ലഭതേ സമ്യക് കലൗ കേശവകീർത്തനാത് ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവല്ലസാരനീരസം വിഷ്ണുരാധസ്ഥാപിതവാൻ കലിജാനാം സുഖായ ച കുകർമാചരണാൽ സാര സർവതോ നിർഗതോധുനാം പദാർത്ഥാ സംസ്ഥിതാ ഭൂപോ ബീജഹീനാസ്തുഷാ യഥാം വിപ്രേർഭാഗവതീ വാർത്താ ഗേ 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 ജനേ ജനേ കാരിതാ കണലോഭേന കഥാസാരസ്തോ ഗതാം അത്യുഗ്രഭൂരി കർമാണോ നാസ്തികാരൗരവാചനാ തേപി തിഷ്ടന്തി തീർത്ഥേഷു തീർത്ഥസാരസ്തോ ഗതാം കാമക്രോധമഹാലോഭതൃഷ്ണാവ്യാകുലചേതസാം തേപി തിഷ്ടന്തി തപസീ തപസ്സാരസ്തോ ഗതാം മനസശ്ചാജയാല്ലോഭാദ്ദംഭാൽ പാഖണ്ഡ സംശ്രയാത് ശാസ്ത്രാനഭ്യസനാച്ചൈവാധ്യാനയോഗഫലം ഗതം പണ്ഡിതാസ്തു കളത്രേണ രമന്തേ മൈഷായിവ പുത്രസ്യോൽപാദനേ ദക്ഷാ അദക്ഷാ മുക്തിസാധനേ നഹി വൈഷ്ണവദാ കുത്ര സമ്പ്രദായ പുരസ്സര ഏവം പ്രളയതാം പ്രാപ്തോ വസ്തുസാരസ്ഥലേ സ്ഥലേ അയം ദ്വികധർമ്മോ ഹി വർത്തതേ കസ്യ ദൂഷണം അതസ്തു പുണ്ഡരീകാക്ഷസഹതേ നികടേ സ്ഥിതാം സൂത ഉവാച ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമം ഗതാ ഭക്തിരൂചേവചോ ഭൂയ ശ്രൂയതാം തച്ച ശൗനകാം ഭക്തിരുവാച സുരർഷേ ത്വം ഹി ധന്യോസി മദ്ഭാഗ്യേന സമാഗതാം സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം ജയതി ജഗതി മായാം യസ്യ കായാധവ തേ വചനരചനമേകം കേവലം ചാകലയ്യാം ധ്രുവപദമപി യാദോ യൽകൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദോസ്മി. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവതമാഹാത്മ്യേ ഭക്തിനാരദസമാഗമോ നാമ പ്രഥമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത മാഹാത്മ്യം പത്മപുരാണത്തിൽ 6 അധ്യായങ്ങളിലായി വർണ്ണിക്കുന്നു. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. നാരായണനായ കൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട്, നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ
നാരം അയനമായി അനവധി കാലം തപസ് ചെയ്തതുകൊണ്ടാണ് ഭഗവാന് നാരായണൻ എന്നുള്ള പേര് ഇതാ കിട്ടിയത്. വെള്ളത്തിൽ കുറേ കാലം ഭഗവാൻ തപസ് ചെയ്തു. അതുകൊണ്ടാണ് ഭഗവാന് നാരായണൻ എന്നുള്ള പേര് തന്നെ ഇതാ കിട്ടിയത്. മഹാനാരായണ സൂക്തം, വേദങ്ങളിലൊക്കെ വർണ്ണിക്കുന്നതായ മഹാനാരായണ സൂക്തത്തിൽ പ്രതിപാദ്യ ഭഗവാന്റെ സ്വരൂപം. ആ നാരായണനെ വീണ് നമസ്കരിച്ചുകൊണ്ട് വന്ദേ വ്രജപ്രിയം, വ്രജപ്രിയനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മറ്റൊരു പ്രത്യേകതയാണ് വ്രജത്തിൽ ഭഗവാൻ കുറേ കാലം താമസിച്ചു. അല്ലേ, വ്രജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? അല്ലേ, ഒന്നിച്ച് താമസിക്കുന്ന ആളുകൾ, അവർ അവിടുന്ന് മാറിപ്പോവുകയാണെങ്കിൽ ഒരാൾ മാറിപ്പോവില്ല, എല്ലാവരും കൂടി ഒരുമിച്ച് താമസം മാറ്റും. അങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് താമസിക്കുന്ന ആൾക്കാരെയാണ് വ്രജവാസികൾ എന്ന് പറയുക. വൃന്ദാവനത്തിൽ താമസിക്കുന്ന ആൾക്കാർ വ്രജവാസികൾ. അങ്ങനെ വ്രജത്തിന് പ്രിയനായിരിക്കുന്ന കൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട് കൃഷ്ണം ദ്വൈപായനം വന്ദേ, ദ്വൈപായനായ കൃഷ്ണനെ. ശ്രീമദ് ഭാഗവത ഗ്രന്ഥം എഴുതിയത് വേദവ്യാസ മഹർഷിയാണ്. കൃഷ്ണദ്വൈപായനൻ, അല്ലേ, കൃഷ്ണദ്വൈപായനായിരിക്കുന്ന ഈ ഗ്രന്ഥം എഴുതിയതായ ആ മഹർഷിയെ വീണ് നമസ്കരിച്ചുകൊണ്ട് പൃഥാസുതം, പൃഥാസുതനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ വീണ് നമസ്കരിച്ചുകൊണ്ടാണ് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം ആരംഭിക്കുന്നത്. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. സച്ചിദാനന്ദരൂപായ, എന്താ ഭഗവാന്റെ സ്വരൂപം? സത്ത്, ചിത്ത്, ആനന്ദം. ഇതാണ് ഭഗവാൻ. സത്താണ് ഭഗവാൻ, ചിത്താണ് ഭഗവാൻ, ആനന്ദമാണ് ഭഗവാൻ. ആനന്ദരൂപ ഭഗവൻ നയിദേവതാര. അല്ലേ, ഭഗവാന്റെ സ്വരൂപം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദമാണ്, പരമമായിരിക്കുന്ന ആനന്ദം. സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം. അനുപമിതം, ഉപമിക്കാനായിട്ട് സാധിക്കാത്ത ആനന്ദരൂപിയായിരിക്കുന്ന ഭഗവാൻ. എന്താ ഭഗവാന്റെ പ്രത്യേകത? വിശ്വോൽപത്യാദിഹേതവേ, വിശ്വോൽപത്യാദിഹേതവേ. ഇന്ന് നമ്മൾ കാണുന്നതായിരിക്കുന്ന ഈ വിശ്വത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, ലയം, ഇതിനൊക്കെ കാരണം സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാനിൽ നിന്നാണ് ലോകമുണ്ടായത്, ഭഗവാനിലാണ് ലോകം നിലനിൽക്കുന്നത്. ഇനി അവസാനം ഈ ലോകം ഭഗവാനിലേക്ക് തന്നെയാണ് ഇതാ ലയിക്കുക. വിശ്വോൽപത്യാദിഹേതവേ, ഹേതു എന്ന് പറഞ്ഞാൽ കാരണം അർത്ഥം. അപ്പോൾ ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് സാക്ഷാൽ ഭഗവാനാണ്. താപത്രയ വിനാശായ, പിന്നെന്താ ഭഗവാന്റെ പ്രത്യേകത? താപത്രയ വിനാശകൻ ആണ് ഭഗവാൻ. 3 തരത്തിലുള്ള താപങ്ങളെ ഇല്ലാതാക്കി തീർക്കുന്നു. ആധ്യാത്മികമായിട്ടും ആദിദൈവികമായിട്ടും ആദിഭൗതികമായിട്ടും നമ്മളെ ബാധിക്കുന്നതായ സകലവിധ താപങ്ങളും സകലവിധ ദുഃഖങ്ങളും, അല്ലേ, ആഗാമ്യം, സഞ്ചിതം, പ്രാരബ്ധം. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മളെ ബാധിക്കുന്നതായ ദുഃഖങ്ങൾ എന്ന് പറയും, അല്ലേ, പാപങ്ങൾ എന്ന് പറയും. അതിനെ മുഴുവനും ഇല്ലാതാക്കുന്ന സാക്ഷാൽ ഭഗവാൻ. ശ്രീകൃഷ്ണായ വയം നുമാ. അങ്ങനെയുള്ള കൃഷ്ണനെ നമസ്കരിക്കണമെന്നല്ല, പിന്നെയോ ശ്രീകൃഷ്ണായ വയം നുമാ, ശ്രീകൃഷ്ണനെ നമസ്കരിക്കുന്നു എന്നർത്ഥം. ഇവിടെ കൃഷ്ണായ വയം നുമാ എന്ന് പറഞ്ഞാൽ പോരെ, അങ്ങനെയല്ല. ഈ ഗ്രന്ഥത്തിൽ ആരെ പറ്റിയിട്ടാണോ പറയണത് ആ ഭഗവാനെയാണ് വീണ് നമസ്കരിക്കുന്നത്. എന്താ ഭാഗവതത്തിൻ്റെ പ്രത്യേകത? ഭാഗവതത്തിൽ ശ്രീകൃഷ്ണനായിക്കൊണ്ടാണ് ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുക. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാലോ ശ്രീ സമേതനായിരിക്കുന്ന കൃഷ്ണൻ. ഐശ്വര്യത്തിനെ പ്രദാനം ചെയ്യുന്ന ഭഗവാനെയാണ് ശ്രീകൃഷ്ണൻ എന്നതാ പറയുക, അല്ലേ. നമ്മൾ ഭഗവാന്റെ മുന്നിൽ വന്ന് വീണ് നമസ്കരിക്കുമ്പോൾ ഭുക്തി മുക്തി പ്രദായിനി, ഭുക്തിയെയും ഭഗവാൻ പ്രദാനം ചെയ്യുന്നു, മുക്തിയെയും പ്രദാനം ചെയ്യുന്നു. ഏതേത് ആഗ്രഹങ്ങളാണോ നമുക്കുള്ളത് അതാത് ആഗ്രഹത്തിനെ മുഴുവനും സാധിപ്പിച്ചു തരുന്ന കാരുണ്യമൂർത്തിയായിരിക്കുന്ന ഭഗവാനെയാണ് ശ്രീകൃഷ്ണൻ എന്നതാ പറയുക. എന്ത് വേണമെന്നുണ്ടെങ്കിലും ഭാഗവത സപ്താഹയജ്ഞത്തിൽ വന്ന് നമുക്കിതാ ഭാഗവത സ്വരൂപിയായിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാനോട് ഇതാ ചോദിക്കാം. എന്ത് വേണമെങ്കിലും ചോദിക്കാം. എന്തിനേയും സാധിപ്പിച്ചു തരുന്നയാളാണ് സാക്ഷാൽ ഭഗവാൻ.
അങ്ങനെയുള്ള ശ്രീകൃഷ്ണായ വയം നുമാ. അല്ലേ, പല ആൾക്കാരും പലതരത്തിലുള്ളവരായിരിക്കും. ഭാഗവതം കേൾക്കാനായിട്ട് വരുന്നവർ എല്ലാവരും ഒരേപോലെ ഭാഗവതം പഠിച്ചവരാവില്ല. ഇവിടെ തന്നെ ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ചിലപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് തന്നെ ചിലപ്പോൾ അറിയണ്ടാവില്ല. അത്രത്തോളം കാലമായിട്ട് ഭാഗവതം ഉപാസിക്കുന്നതായ ഒരു സ്ഥലത്തിരുന്നിട്ടാണ് നമ്മൾ ഭാഗവതം പാരായണം ചെയ്യണത്, ഭാഗവതം കേൾക്കുന്നത്. ഞാൻ ഉണ്ടാവുന്നതിനേക്കാളിലും മുന്നേ ഇവിടെ സപ്താഹം തുടങ്ങിയെന്നാണ് കേട്ടത്. അല്ലേ, ഞാൻ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങി അനവധി ആൾക്കാർ അന്ന് മുതൽ ഭാഗവതം കേൾക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇവിടെ. എന്തിനു പറയണോ, ഇവിടുത്തെ ഓരോ മൺതരികൾക്ക് പോലും ചിലപ്പോൾ ഭാഗവതം നല്ല പരിചയമായിരിക്കും. അല്ലേ, ഒന്നും അറിയാത്തതായിരിക്കുന്ന ഒരാൾ ഇവിടെ വന്നിരുന്ന് ഈ ഭാഗവതം ഇങ്ങനെ പറയാനായിട്ട് പുറപ്പെടുമ്പോൾ മുന്നിൽ നിൽക്കുന്ന വളർത്തരികൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇവരെന്താ പറയണത്. അത്ര അധികം അറിവുള്ളതായിരിക്കുന്ന ഒരു സദസ്സിലിരുന്നിട്ടാണ് നമ്മൾ ഭാഗവതത്തിനെ പറ്റിയിട്ട് പറയാനായിട്ട് പുറപ്പെടുന്നത്. അല്ലേ, കടലിൻ്റെ തീരത്ത് വന്ന് നിൽക്കുമ്പോൾ തിരമാലകളെ ആർക്കും എണ്ണാനായിട്ട് ഇതാ സാധിക്കില്ല. എണ്ണിക്കഴിഞ്ഞുണ്ട് വെച്ചാൽ ഇയാളുടെ കഥ കഴിയുന്നല്ലാതെ. അല്ലേ, അതേപോലെ ഭഗവത് കഥകളെ പറഞ്ഞിട്ട് നമുക്കിതാ സമർപ്പിക്കുവാനായിട്ട് ഇതാ സാധിക്കില്ലേ. അപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നതായിരിക്കുന്ന ആളുകൾ അവർ എത്രത്തോളം അറിവുള്ളവരാണെന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് ഇതാ സാധിക്കില്ല. അതുകൊണ്ടാണ് ഭാഗവതം കേൾക്കാനായിട്ട് വന്ന ആളുകളെ മുഴുവനും വൈഷ്ണവരായിട്ട് കാണണമെന്ന് പറയും. ആര് വന്നിരിക്കണമെന്നുള്ളതിനല്ല പ്രാധാന്യം. ചിലപ്പോൾ ചെറിയ കുട്ടിയായിരിക്കും, ചിലപ്പോൾ നല്ല വയസ്സുള്ള ആളായിരിക്കും, ചിലപ്പോൾ പുരുഷനായിരിക്കാം, ചിലപ്പോൾ സ്ത്രീ ആയിരിക്കാം. അല്ലേ, ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരിക്കും. ആര് എന്നുള്ളതിനല്ല പ്രാധാന്യം. ആര് സപ്താഹയജ്ഞത്തിൽ വന്നിരിക്കുന്നുവോ അവരെയൊക്കെ വിഷ്ണുവായിട്ട് കാണണമെന്ന് പറയുക. വിഷ്ണു ഭാവത്തിൽ എല്ലാവരെയും നമുക്കിതാ കാണാനായിട്ട് ഇതാ സാധിക്കണം. അതിനാണ് കൂടുതൽ ഇതാ പ്രാധാന്യം. നല്ലതായിരിക്കുന്ന അറിവുള്ളതായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഭാഗവതത്തിന് മുന്നിലേക്ക് എത്തിച്ചേരുവാനായിട്ടതാ സാധിക്കുള്ളൂ. ശ്രീകൃഷ്ണായ വയം നുമാ. പലരും പലതരത്തിലായിരിക്കും സപ്താഹയജ്ഞത്തിലേക്ക് വരുന്നത്. ഭുക്തി മുക്തിപ്രദായിനി. പലർക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ആഗ്രഹങ്ങളെ സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ സപ്താഹ യജ്ഞത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത്. ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലവരെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവരായിരിക്കും ഭാഗവതത്തിന് മുന്നിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ളതായിരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിലും അവർക്കൊക്കെ പരമമായിരിക്കുന്ന ആനന്ദത്തിനെ പ്രദാനം ചെയ്യുന്നതായ സാക്ഷാൽ ഭഗവാൻ. അതുകൊണ്ടാണ് ഈ ഭഗവാന് ശ്രീകൃഷ്ണായ വയം നുമാ. ശ്രീകൃഷ്ണൻ എന്നുള്ള പേര് തന്നെതാ ശ്രീകൃഷ്ണായ ശ്രീകൃഷ്ണായ വയം നുമാം. ശ്രീകൃഷ്ണനായിരിക്കുന്ന ഭഗവാൻ എന്ന് പേരിതാ കൊടുക്കാനുള്ള കാരണം. അല്ലേ, അപ്പോൾ ഈ ഭാഗവതത്തിലെ നായകൻ ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പറഞ്ഞു എന്താ അർത്ഥം? ശ്രീ സമേതനായിരിക്കുന്ന കൃഷ്ണൻ. അല്ലേ, ഏതേത് ആഗ്രഹമാണോ ഉള്ളത് അതാത് ആഗ്രഹത്തിനെ സാധിപ്പിച്ചു തരുന്ന ഭഗവാനെയാണ് ശ്രീകൃഷ്ണൻ എന്നതാ പറയാം. ശ്രീകൃഷ്ണനായിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാനെ വീണ് നമസ്കരിച്ചുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത്. ഭാഗവത മാഹാത്മ്യം ആരംഭിക്കുന്നത് യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവാ പുത്രേതി തന്മയതയാതരവോഭിനേതുത്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. സർവഭൂതഹൃദയം, സകല ചരാചരങ്ങളിലും സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ മാത്രം കണ്ടുകൊണ്ട് നടക്കുന്നയാളാണ് ഭാഗവതം പറയണത്. അല്ലേ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഭാഗവതം പറയാനായിട്ട് വന്നിരിക്കുന്ന സമയത്ത് എന്ത് വേണം? ശ്രീശുക ബ്രഹ്മർഷിയെ പോലെ ആവാൻ സാധിക്കണം എന്ന് പറയും. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭഗവാനെ മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഭാഗവതം പറയാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ ഇരുന്നു കൊണ്ട് ഭാഗവതം കേൾക്കുമ്പോൾ എപ്പോഴും ഭഗവാനെ തന്നെ നമുക്ക് മനസ്സിലേക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ?
അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ആനന്ദം ഉണ്ടാവുക അല്ലേ. ഭാഗവതം സമാധി ഭാഷയാണ് എന്ന് പറയും. സമാധിനാനുസ്മര തദ്വിചേഷ്ടിതം, സമാധിന അനുസ്മര തത് വിചേഷ്ടിതം. സമാധിയിൽ വേദവ്യാസ മഹർഷി കണ്ടതായിരിക്കുന്ന ആ കാര്യമാണ് ഇവിടെ ഭാഗവതമായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഏത് ഭാഷയാണ് എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ ഉത്തരേ ഉള്ളൂ. എന്താണ്? സമാധി ഭാഷയാണ് ഭാഗവതം. സമാധിയിലിരുന്ന് പറയണം, സമാധിയിലിരുന്ന് കേൾക്കാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് ആനന്ദത ഉണ്ടാവുക. സമാധി എന്ന് പറഞ്ഞാലോ ധി സമമായിരിക്കുന്ന അവസ്ഥയ്ക്കാണ് സമാധി എന്ന് പറയുക. ബുദ്ധി സമമായിട്ടിരിക്കണം എന്ന് പറയും അല്ലേ. ബുദ്ധി സമമായിരിക്കുന്ന അവസ്ഥയ്ക്കാണ് എന്താ സമാധി പറയുക. അപ്പം സമം എന്ന് പറഞ്ഞാലോ ഉപനിഷത്തുകൾ വർണ്ണിക്കും സമോ വൈ ബ്രഹ്മ എന്ന് പറയും. സമം എവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ബ്രഹ്മം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. എല്ലാ വസ്തുക്കളിലും ബ്രഹ്മത്തിനെ മാത്രം, ഭഗവാനെ മാത്രം കൊണ്ട് നടക്കുന്നതായ സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷിയെ വീണ നമസ്കരിച്ചുകൊണ്ടാണ് ഭാഗവത മഹാത്മ്യം ആരംഭിക്കുന്നത്. നൈമിഷേ സൂതമാസീനമഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദകുശല ശൗനകോ ബ്രവീത്. നൈമിഷാരണ്യത്തിൽ വെച്ച് സൂത ശൗനക സംവാദം. നൈമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അല്ലേ, നിമിഷം കയറി വരാത്ത സ്ഥലത്തിനാണ് നൈമിഷം എന്ന് പറയുക. നിമിഷൻ എന്ന പേരായിട്ടൊരു അസുരൻ ഉണ്ടായിരുന്നു അത്രേ. ആ അസുരനെ വധിച്ചതായിരിക്കുന്ന സ്ഥലത്തിനാണ് നൈമിഷം എന്നതാ പറയാം. അപ്പോൾ ഭാഗവതം കേൾക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുന്ന സമയത്ത് അല്ലേ, നിമിഷം നമ്മളെ ബാധിക്കില്ല പറയും. കാലം നമ്മളെ ഒരിക്കലും ബാധിക്കില്ല. കാലം ബാധിക്കാതിരിക്കണോ? കാലം ബാധിക്കാതിരിക്കണം എന്നാണ് എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കണത് അല്ലേ. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ അങ്ങനെ വയസ്സായി വരണേ അല്ലേ? വയസ്സായി വരണം എന്ന് ആർക്കും ആഗ്രഹമില്ല. എല്ലാവർക്കും ഇപ്പോഴും ചെറുപ്പമാവണം എന്ന് തന്നെ ആഗ്രഹം അല്ലേ. ഇപ്പോൾ ചെറുപ്പമാവണം വെച്ചാൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താ ചെയ്താൽ മതി? ഭാഗവതം അങ്ങനെ എന്നും വായിക്കന്നെ. എന്നും ഈ പുരാണം ഇങ്ങനെ വായിക്കാനായിട്ട് പുറപ്പെട്ട സമയത്ത് ഒരിക്കലും നമ്മളെ കാലം ബാധിക്കില്ല. ഭഗവാന് അനവധി ഭാര്യമാരുള്ളതിൽ ഒരു ഭാര്യ, ആ ഭാര്യയുടെ പേരാണ് ജാമ്പവതി. ജാമ്പവതിയുടെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ജാമ്പവതിക്ക് വയസ്സ് ബാധിക്കില്ല. അത് തന്നെ. ജാമ്പവതി ജാമ്പവാൻ്റെ മകളാണ് അല്ലേ. ജാമ്പവാൻ ഏത് കാലത്താണ് ഉണ്ടായത് എന്ന് നമുക്കറിയാലോ. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, നീ ഏത് ജാമ്പവാൻ കാലത്തുള്ള ആളാന്നൊക്കെ ചോദിക്കൂ അല്ലേ. അപ്പോൾ ജാമ്പവാൻ ഏതോ കാലത്ത് ഏതോ യുഗത്തിലുണ്ടായ ആളാണ് ജാമ്പവാൻ. ആ ജാമ്പവാൻ്റെ മകളാണ് ജാമ്പവതി. ആ ജാമ്പവതിയെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വിവാഹം കഴിക്കുന്നത്. അപ്പം ജാമ്പവതീൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ജാമ്പവതിക്ക് വയസ്സ് ബാധിക്കില്ല. എന്നും അതെ ഒരേ സ്വരൂപമാണ് അത്ര. അപ്പം അതിനെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാമ്പവതിക്ക് ഒരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം എന്നറിയോ? എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ കുറേ പുരാണമുണ്ട് അത്രേ. ഈ പുരാണം മുഴുവനും ഇരുന്നിഗ്രത വായിക്കും. പുരാണം വായിക്കുന്നതോട് കൂടിയിട്ട് വയസ്സ് ബാധിക്കുന്നില്ല. അപ്പോൾ നമുക്കും വയസ്സ് ബാധിക്കാതിരിക്കണം വെച്ചാൽ എന്ത് ചെയ്താൽ മതി? തലമുടിയുടെ നിറം മാറണ്ട എന്നാഗ്രഹം ഉണ്ട് വെച്ചാൽ, പല്ല് പോട്ടാതെ ആഗ്രഹം ഉണ്ട് വെച്ചാൽ, കാത് കേൾക്കാതെ ആവരുത് ആഗ്രഹം ഉണ്ട് വെച്ചാൽ ഇരുന്നങ്ങോട്ട് വായിച്ചോളൂ. എൻ്റെ ഭാഗവതം ഇരുന്ന് വായിക്കാനായിട്ട് പുറപ്പെട്ടാൽ പിന്നെ ഒരിക്കലും എന്തുണ്ടാവില്ല, ആ കാലം അവരെ ബാധിക്കില്ല. നൈമിഷേ, നിമിഷം ബാധിക്കാതിരിക്കണോ, കാലം ബാധിക്കാതിരിക്കണോ, എന്ത് ചെയ്താൽ മതി? ഭാഗവതം നന്നായിട്ട് പാരായണം ചെയ്യന്നെ, ഭാഗവതം കേൾക്കന്നെ. സപ്താഹയജ്ഞം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടേക്ക് വരാത്തതായിരിക്കുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ അത്രേ. ആരാ അവിടേക്ക് വരാത്തതായിട്ട്? ഇവിടെ അടുത്തുള്ള ആൾക്കാരല്ല, ഇവിടെ അടുത്ത് കുറേ ആൾക്കാരുണ്ട്, അവരൊന്നും ഇവിടെ എത്തിയില്ല, എനിക്കറിയാം അല്ലേ. അവിടേക്ക് വരാത്തതായിട്ടുള്ള ഒരൊറ്റ ആളുണ്ട് പറയും. ഭാഗവതം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടേക്ക് വരാത്തതായിട്ടുള്ള ഒരാളേ ഉള്ളൂ. അയാളുടെ പേരാണ് കാലൻ. കാലം വരണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? അല്ലേ, കാലം വരേണ്ടത് ആർക്കും ആഗ്രഹമില്ല. മരണദേവത വരണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഭാഗവതം വായിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ സപ്താഹയജ്ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തുണ്ടാവില്ല? മരണം ഉണ്ടാവില്ല എന്ന്. ഇനി 7 ദിവസം സംശയിക്കേണ്ട, ഒരൊറ്റയാളും കാലൻ്റെ അടുത്തേക്ക് പോവില്ല. കാലപുരിയിലേക്ക് പോകരുത് എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അവരെന്ത് ചെയ്താൽ മതി? 7 ദിവസവും സപ്താഹം കേൾക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നാൽ മതി. ഒരിക്കലും അതെ അവർക്ക് കാലൻ്റെ അടുത്തേക്ക് പോവേണ്ടതായിട്ട് വരില്ല. അതുകൊണ്ടാണ് നൈമിഷേ
നൈമിഷാരണ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് ഭാഗവതം പറയണത് എന്ന് പറയാനുള്ള കാരണം അത് ശരിയാണോ തിരുമേനി? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാലോ, അല്ലെ മരിക്കില്ല എന്നൊക്കെ പറഞ്ഞാലോ? ഇപ്പം സപ്താഹയജ്ഞം തുടങ്ങിയിട്ടും അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പല